Hello, ladies and gentlemen. Yes, today is the day. ഇതാണ് ഈ മാസം, അതായത് ഓഗസ്റ്റ് 14 കൂലി റിലീസ് ആകാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ഞെട്ടിക്കുന്നൊരു വാർത്ത കേട്ടായിരുന്നു. ദിസ് മൂവി ഈസ് അഡൽട്സ് ഓൺലി. എ സർട്ടിഫിക്കേഷനാണ് കിട്ടിയിരിക്കുന്നത്. ഐ തിങ്ക് ദിസ് ഇസ് വൺ ഓഫ് വെരി റെയർ മൂവ്. അതായത് രജനീകാന്ത് സിനിമയിലെ ഏറ്റവും റെയർ സാധനമാണ് എ സർട്ടിഫിക്കേഷൻ. സൂപ്പർ എക്സൈറ്റഡ്. അതായത് ഇതെന്തായിരിക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല. സൺ ടി വി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ട്രെയിലറിന് കോപ്പിറൈറ്റ് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബിക്കോസ് നമ്മൾ ലിയോയിൽ കണ്ട സാധനമാണിത്. അപ്പം ഞാൻ നിർത്തിയായിരിക്കും ഈ സാധനം ചെയ്യാൻ പോകുന്നത്. ഇന്നാലും അടിക്കുമായിരിക്കും, എനിക്ക് അറിയത്തില്ല. എന്തായാലും മാക്സിമം കോപ്പിറൈറ്റ് അടിക്കണ കുഴപ്പമില്ലടേ. ഇവന്മാർ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോലും സമ്മതിച്ചളയില്ല. അതൊക്കെയാണ് വിഷയം. സണ്ണ്, ടി സീരീസ്, പിന്നെ യഷ് രാജ് ഫിലിംസ്, അതൊക്കെ പണിയാണ്. നമ്മുടെ നാട്ടിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അല്ലാത്തവരൊക്കെ എടുത്ത് അടിച്ച് കൈ തരും. അതുകൊണ്ട് അതിന് മുന്നേ ആയിട്ട് നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ വേൾഡ്, അതിൻ്റെ ഒരു ചെറിയ ഒരു സാധനം വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം കേട്ടോ. സ്പൈഡർമാൻ, ഇന്ന് സ്പൈഡർമാൻ്റെ എന്തൊരു ഡേ ആണ്. യെസ്, സ്പൈഡർമാൻ്റെ ബ്രാൻഡ് ന്യൂ ഡേൻ്റെ ഒരു ചെറിയൊരു സാധനം വന്നിട്ടുണ്ട് ഗൈസ്. ടോം ഹാളൻ്റെ പുതിയ സ്യൂട്ട്. റെഡി തന്നെ, ഞാൻ റെഡി, വണ്ടേ റെഡി. ബ്രാൻഡ് ന്യൂ ഡേ എന്നാണ് സിനിമയുടെ ടൈറ്റിൽ. ചെറിയൊരു സാധനം കേട്ടോ. മറ്റേ സ്യൂട്ട് കാണിച്ച് തന്നിട്ട് അങ്ങ് പോയി. ഇതിൽ പണിഷർ ഉണ്ടാവും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് ഈ സ്പൈഡർമാൻ്റെ കോമിക് ബുക്കിലാണ് ആദ്യമായിട്ട് പണിഷർ എന്ന് പറയുന്ന ക്യാരക്ടർ അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ സ്പൈഡർമാൻ കോമിക്. എനിക്ക് മാർവലിൽ അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കോമിക് ബുക്സ് വായിച്ചിട്ടുള്ളതും സ്പൈഡർമാനാണ്. മാർവലിൻ്റെ ഇതിൽ എൻ്റെ ഫേവറേറ്റും സ്പൈഡർമാനാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണ്. ഈ ലോകത്ത് തന്നെ എനിക്കാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോയ ബുക്കുകളിൽ 4ാമത്തെ സ്ഥാനവും എന്തോ ആണ്, 4ഓ 5ഓ ആണ്. ഇപ്പം നമ്പർ 1 സൂപ്പർമാൻ, നമ്പർ 2 വൺ പീസ് ആണ്. അത് നമ്മുടെ വൺ പീസ്. സെക്കൻഡിൽ ബാറ്റ്മാൻ ആയിരുന്നു, അതിനെ തട്ടിയിട്ടാണ് വൺ പീസ് ഇപ്പോൾ കയറിയത്. ഉടനെ തന്നെ ഫസ്റ്റിൽ കയറും എന്നൊക്കെ പറയണോ, എനിക്കറിയത്തില്ല. 3ാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് ബാറ്റ്മാൻ, 4ാം സ്ഥാനത്താണ് സ്പൈഡർമാൻ. എന്തായാലും ഉള്ളു 7 മണി ആയടേ, വാടേ നോക്കാടേ, കൂലി വന്നാടേ. എവിടെയടേ, എന്ത് സംഭവിക്കാം എടേ, എന്ത് പോകുന്നട്ടെ മനുഷ്യൻ ഇങ്ങനെയായിട്ട് ചോറി കയറുന്നത്. 7 മണി എന്ന് പറഞ്ഞാൽ 7 മണി 7:01 ഇനിയിപ്പോൾ എനിക്ക് വരാത്തതാണോ? ഇത് ഏതിലടാ വരാൻ പോണ? സൺ ടി വി തന്നെ ആയിരിക്കൂലേ. വന്ന് ഒഫീഷ്യൽ ട്രെയിലർ 3 മിനിറ്റ് 2 സെക്കൻഡ്. ഓക്കെ, സൗണ്ട് ഓൺ അല്ലേ? ഹലോ ടെസ്റ്റിംഗ്. ഹലോ 1 2 3 ടെസ്റ്റിംഗ്. ഓക്കെ, ലെറ്റ്സ് വാച്ച് കൂലി. ഇതെൻ്റെ ഉമ്മാരെ ടാബ്ലറ്റ് ആണേ. അപ്പം பிறந்த உடனே அவன் எவன் கையில சாகுனான்னு നെറ്റില എഴുതിയിരിക്കണെന്ന് നിனைக்கிறேன். എന്താടാ അത്? വലിയ വാച്ച്, എന്തൊക്കെയോ വാച്ചുമായിട്ട് ബേസ് ചെയ്തിട്ടൊരു സാധനമാണ് കേട്ടോ ഇത്. ശ്രുതി ഹസൻ, സൗബിൻ. അമീർ ഖാൻ உள்ளுக்குள்ள வேற ஏதோ ஒன்று பெருசா பண்றானுங்க சார். ഹാർബർ, ടോർച്ചർ. നാഗാർജുന ഉണ്ടല്ലോ, മുട്ടൻ ലുക്ക് കേട്ടോ, ഞെരിപ്പ് ലുക്ക്. இங்க இருக்கிற 14,400 பேர்ல எனக்கு தேவை அந்த ஒரு குழி, அந்த ஒத்த குழி. ஒரு இடம் விடாம தோட்டம் இறக்குறா. ബിൽഡപ്പ് ഉണ്ടോ ഒരു ട്രെയിലറിലൂടെ? ബിൽഡപ്പ് ഇട രജനീകാന്തിനൊക്കെ 30 வருஷமா അണ്ണ വന്ന് ஆஃப்லைன்லயே வச்சிருக்கேன். அவனுக்கு தெரிஞ்சது அரங்கமதிர விசில் பறக்கவே. സൂപ്പർ സ്റ്റാർ രജനി റെഡ്
ഞാൻ പറഞ്ഞില്ലേ അഡൽറ്റ് സൊല്ലിയാണ്, ഫുൾ റെഡ് ആണ്. അതായത് ഇത് വേറെ മാതിരി രജനീകാന്തിനെ നമ്മൾ കാണാൻ പോണത്. ഓ ഷോട്ട്. നാഗാർജുന അക്കിനി, സൗബിൻ ഷാഹിർ. അല്ല നമ്മളെ മച്ചായി ശ്രുതി ഹസൻ. ആകെ ഉള്ള ഒരു എന്തറിയാം. സത്യരാജ് ഏതോ വർഷത്തിന് ശേഷമാണ് രജനീകാന്തുമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നത്. ഏതോ വർഷത്തിന് ശേഷം. അമീർ ഖാൻ ഹിന്ദി സംസാരിക്കുവോ തമിഴ് സംസാരിക്കുവോ? മോളാണോ? அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். ഫ്രണ്ട്സ് ആണ് ഇവരൊക്കെ. ഓ എടാ ഇത് പൊളിക്ക് കേട്ടാ മിക്കവാറും. ഇവരൊക്കെ ഫ്രണ്ട്സ് ആണോ? അതുകൊണ്ടാ ജോക്കറിന്റെ ഔട്ട്ഫിറ്റ് പോലെ കണ്ടായിരുന്ന? നാഗാർജുന ഇട്ടിരിക്കുന്ന മൊത്തം പേർപ്പിൾ ഷെയ്ഡഡ് സ്യൂട്ടാണ്, ലൈക്ക് ജോക്കർ. ഗിരീഷ് ഗംഗാധരൻ സിനിമാറ്റോഗ്രഫി. എന്താ പറയാ, ഒന്നും മനസ്സിലാവില്ല. ട്രെയിലറടാ. ഓ இந்த தேவா பத்தி தெரிஞ்சிருந்தோ என்கிட்டயே விளையாடி இருக்க. എന്നാ ക്യാമറ. ഓ എന്തോ പഴയകാല പരിപാടിയൊക്കെ ഉണ്ട് കേട്ടാ. എടാ ഇതെന്തൊരു ഫ്ലാഷ് ബാക്ക് സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഭാഷയുടെ സെക്കൻഡ് പാർട്ട് വല്ലതും ആണാടാ ഇനി? ദേവ എന്ന് പറയുന്ന ക്യാരക്ടറും ഭാഷയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇനി തളപതിയിലെ എടാ എന്തൊരു ട്രെയിലർ ഇടയത്, എന്തൊരു എഡിറ്റ്, എന്തൊരു മ്യൂസിക്. ഒരു ഇത് എന്നടേ റിലീസ്? നാളെ വല്ല റിലീസ് ചെയ്യണേ കോപ്പ്. ഈ ഇങ്ങനെയൊക്കെ ട്രെയിലർ ഉണ്ടാക്കി വെക്കും, എന്നിട്ട് അമ്മമാർ എന്നിട്ട് പറയുക ഒച്ച എഴണ പോലെ അമ്മമാർ റിലീസ് ചെയ്യും. ഇതൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ഇവന്മാരെല്ലാണോ കമ്പനിയാണെന്ന് തോന്നുന്നു, ഈ നാഗാർജുനയും രജനീകാന്തും. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. എന്തോന്നോ ഹാർബർ പരിപാടി, ഗോൾഡ് സ്മഗ്ലിങ്, അങ്ങനെയൊക്കെ എന്തൊക്കെയാണ്. ഇതിൻ്റെ ഇടയിൽ അമീർ ഖാനെ ചെറുതായിട്ട് കാണിക്കണുണ്ട്. അമീർ ഖാൻ രണ്ടു തോക്കൊക്കെ വെച്ച് വെടിവെപ്പ്. എനിക്കൊന്ന് അമീർ ഖാൻ മാത്രമേ ഇതിൽ വെടി വെക്കണുള്ളൂ, ബാക്കിയുള്ളതൊക്കെ കത്തി കുത്തിയും മറ്റേത് മറിച്ചൊക്കെയാണ്. അണ്ണ ഗൺ സപ്ലയർ ആണോ അല്ലാണോ? എടാ ഇത് പൊളിക്കും കേട്ടാ. ഇത് കത്തിയോ പടം കത്തുവോടെ. അമീർ ഖാൻ ഏത് ലാംഗ്വേജ് സംസാരിക്കുന്നതാണ് ഞാൻ ആലോചിക്കണം. ഹിന്ദി ആയിരിക്കുമോ തമിഴായിരിക്കുമോ? ഇവിടെ എന്തൊരുടേ ഇത് ഞെരിപ്പ് പടം വരും കേട്ടാ. ഗൈസ് എന്താണ് ഗൈസ്, ഹൈപ്പ് മീറ്റർ കൂടിയോ? എൻ്റെത് കട്ടയ്ക്ക് കൂടി. മ്യൂസിക്കൊക്കെ വേറെ ലെവൽ കേട്ടോ. സൂപ്പർ പാട്ട് കേട്ടത്. നമുക്ക് കാണാം, 14 കാണാം. ശരി എന്നാ.